अच्छा है। अच्छा नहीं मतलब शाहरुख खान है तो इसलिए अच्छा ही रहेगा। एक्टिंग भाई शाहरुख खान की तो हमेशा से ही फाड़ू है। नहीं नहीं बस अकेला आया था मैं। ഫസ്റ്റ് ഹാഫ് കോമഡിയാണ്, സെക്കൻഡ് ഹാഫ് ഭയങ്കര ഇമോഷണലാണ്. എന്തായാലും ഹിറ്റടി, ഹിറാനി മാജിക്കാണ്. രസമായിട്ടുണ്ട്. ഷാറുഖ് ഖാനെ പഴയതുപോലെ കാണാം. ഇനി കുറെ കോമഡി ഉണ്ട്, നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. ടൈമിന് പറ്റിയ സിനിമയാണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് ഫുള്ള് കോമഡിയും കാര്യങ്ങളാണ്. സെക്കൻഡ് ഹാഫിലാണ് മറ്റേ ഇത് ഡങ്കി ക്രോസ് ചെയ്യണേ കുറച്ച് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയണം. പിന്നെ ഫുള്ള് പിടിച്ചെടുക്കണം. SRK ഒരു രാജ്കുമാർ ഹിറാനി ടച്ചിലാണ് വന്നിരിക്കുന്നത്. ഒരു വേറൊരു രീതിയിൽ നമ്മൾ ജവാനൊക്കെ കണ്ടില്ലേ, അതൊന്നുമല്ല, ജവാനും പത്താനൊന്നുമല്ല, ഇത് വേറൊരു രീതിയിൽ ഒരു പുതിയൊരു ടൈപ്പ് ഒരു രാജ്കുമാർ ഹിറാനി ടച്ച് ഉണ്ട് ഫുള്ള്. അത് ഇത് മാത്രമല്ല, SRK മാത്രമല്ല, വിക്കി കൗശലായിരുന്നാലും മറ്റേ തപ്സി ആയിരുന്നാലും ബോംബ്രനെ കുറച്ച് ഇതേ ഉള്ളൂ, എന്നിരുന്നാലും നല്ല ഇമ്പാക്ട് വരുന്നുണ്ടല്ലോ ഫുൾ ക്യാരക്ടറെല്ലാം. പടം അടിപൊളിയാണ്. ജവാൻ പട്ടാൻ പോലെ ഒന്നും പ്രതീക്ഷ വരണ്ട. നല്ലൊരു ഫാമിലി എന്റർടൈനർ ആണ്. നല്ല ഇമോഷണൽ സെന്റിമെന്റ്സ് നല്ല വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. കോമഡി കൊള്ളാം, എല്ലാ രീതിയിലും കൊള്ളാം. SRKയുടെ ഒരു പണ്ടത്തെ നമ്മളെ നൊസ്റ്റാൾജിക് SRK നമുക്ക് ഒരിക്കൽ കൂടെ നേരിൽ കാണാം. പുള്ളിയുടെ ഒരു ഇമോഷൻസ് ഫീലിംഗ്സ് ഒക്കെ നല്ല രസം, നല്ല വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമ. വിന്റേജ് ഷാരൂഖ് ഖാനെ ഒന്നുകൂടി കാണാൻ പറ്റി. നല്ല സിനിമ. ഇമോഷണൽ ആണ്. മാസൊന്നും ആരും പ്രതീക്ഷിച്ച് വരരുത്. ഫുൾ ഇമോഷണൽ ആണ്. പിന്നെ ആ ഒരു പഴയ ഷാരൂഖ് ഖാൻ ആ മ്യൂസിക് നിറഞ്ഞ ഒരു മേക്കിങ്ങും രാജ്കുമാർ ഹിറാനിയുടെ സ്ഥിരം ആ ഒരു മാജിക്കൽ മേക്കിംഗ് ആണ്. നല്ല രസമാണ്. ലാസ്റ്റ് വരെ കണ്ടിരിക്കാൻ പറ്റും. നല്ല എൻഗേജിങ് ആണ്. ഡങ്കി സത്യം പറഞ്ഞാൽ SRKന്റെ എനിക്ക് പത്താനാണെങ്കിൽ ജവാനാണെങ്കിൽ വലിയ തൃപ്തി തോന്നിയിട്ടില്ല. കാരണം പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ അഭിനയമൊന്നും അതിൻ്റെ അകത്ത് അത്ര ലെവൽ വന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തായാലും രാജ്കുമാർ ഇറാനിയുടെ പടം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പ്രതീക്ഷയാണ് നൽകുന്നത് നമുക്ക്. പക്ഷെ ഇതിൻ്റെ അകത്ത് ചില കാര്യങ്ങളൊക്കെ ഭയങ്കര മിസ്സിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് വലിയ തൃപ്തികരമല്ലായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫാണ് അത്യാവശ്യം കാണാൻ കൊള്ളാവുന്നൊരു രീതിക്ക് കൊണ്ടുപോയത്. ആ ഒരു യാത്ര, ആ ഒരു എമിഗ്രേഷൻ സംഭവങ്ങളൊക്കെയാണ്. അങ്ങനത്തെ ഒരു യാത്രയും ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതാണ്. ഷാറൂഖ് ഖാന്റെ പെർഫോമൻസ് അത്യാവശ്യം നല്ല ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തോ ജസ്റ്റ് ഒരു നമ്മൾ ആ ഒരു PK ഒക്കെ കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, പലതും മിസ്സിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ രീതിക്ക്. എന്നാലും കുഴപ്പമില്ല, ഒരു നമ്മൾ കണ്ടിരിക്കാവുന്ന ഒരു മൂവി തന്നെയാണ്. ഷാറൂഖ് ഖാന്റെ കുറച്ച് ഗ്യാപ്പിന് ശേഷമുള്ള നല്ലൊരു പെർഫോമൻസ്. എനിക്ക് മറ്റേ പത്താനും ജവാനെ കട്ടി ഇതാണ് കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നിയത് പെർഫോമൻസ് വൈസ്. ഒരു രക്ഷയില്ല. SRK വേറെ ലെവല്. പിന്നെ സെക്കൻഡ് ഹാഫ് ഒക്കെ ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഫീൽ ഗുഡ് എടുത്തിട്ടാണ്. ഒരു രക്ഷയില്ല. വീർ സാറയ്ക്ക് ശേഷം ആ ഒരു റേഞ്ചിലുള്ള SRK ഒക്കെ കാണാൻ പറ്റി. ഭയങ്കര ലെവലാണ് പുള്ളി. ഒരു രക്ഷയില്ല. അല്ല, മൊത്തത്തിൽ ടോട്ടലി ഇഷ്ടപ്പെട്ടു. ഒരു 90s SRK കണ്ടൊരു ഫീൽ ഉണ്ട്. അടിപൊളി പടം, ഇഷ്ടപ്പെട്ടു. നല്ല ഇമോഷണൽ പടമാണ്. ഷാരൂഖ് ഖാന്റെ ഒരു റീസെന്റ് ബെസ്റ്റ് പെർഫോമൻസ് ആണ്. മ്യൂസിക് ഭയങ്കര നൈസ് ആയിട്ടുണ്ട് പ്രീതത്തിന്റെ. പിന്നെ എല്ലാവരുടെ പെർഫോമൻസും എടുത്തു പറയണം. തപ്സി ആണേലും ഷാരൂഖ് ആണേലും നല്ല. ഇറാനി കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ടുണ്ട്. കാരണം ഇത്രയും ഇമോഷണൽ ആയിട്ടൊരു പടം ഞാൻ ഇറാനിയുടെ കണ്ടിട്ടില്ല. ഇതാണ് മോസ്റ്റ് ഇമോഷണൽ പടം ഇറാനിയുടെ. നല്ല സ്റ്റാർട്ടല്ലേ ചേട്ടാ, നല്ലൊരു പടമാണ്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് ആണ്. വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഷാറുഖ് ഖാൻ, രാജ്കുമാർ ഹിറാനിയുടെ ഒരു നല്ലൊരു കോമ്പിനേഷൻ. കാരണം ആദ്യത്തെ മൂവിയാണല്ലോ അവരെ കോമ്പിനേഷനിൽ. സാധാരണ കോമഡി മൂവീസും 3 Idiots പോലത്തെ മൂവീസ് വന്നതിന് ശേഷം നമ്മൾ അത് കുറച്ച് എക്സ്പെക്ട് ചെയ്ത് പോയി. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ കുറെ കോമഡി ഉണ്ട്. ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ആണ്. സെക്കൻഡ് ഹാഫ് ഭയങ്കരമായി തിരിച്ച് പുള്ളി ചെയ്തേക്കാണ്. ഭയങ്കരമായി ഇമോഷണൽ. ഇത് നമുക്ക് കണ്ണ് നിറയാതെ ആരും തിയേറ്ററിൽ നിറയും. ഇപ്പൊ തന്നെ കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് തന്നെ. ഭയങ്കര ഒരു ഇമോഷണൽ ഫീലിംഗ് ആണ് സെക്കൻഡ് ഹാഫ്. ഇന്ത്യ എന്നുള്ളൊരു ഫീലിങ്ങും അതുപോലെ തന്നെ ഈ വെളിയിലൊക്കെ പോയിട്ടുള്ളവർക്ക് ഇത് കാണുമ്പോൾ ഭയങ്കരമായ ഒരു പെട്ടെന്നൊന്ന് ഇന്ത്യ വരണമെന്നൊക്കെ തോന്നിപ്പോ. ആ രീതിയിലുള്ള ഇതാണ്. ഒരുപാട് റിയാലിറ്റി നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. എന്തായാലും മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് ആണ്. ആരും മിസ് ചെയ്യരുത്. നല്ല സിനിമയായിരുന്നു. ഇറങ്ങിയപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ ഇറങ്ങിയത്. പക്ഷെ മലയാളം തമിഴ് സിനിമയൊക്കെ നമ്മൾ കണ്ണ് നിറഞ്ഞിറങ്ങി അത് ഒരു സംഭവമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഹിന്ദി മൂവി ഇത്രയും സെന്റിമെന്റ്സ് ഒക്കെ വർക്കൗട്ട് ചെയ്തപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും കരഞ്ഞിട്ടാണ് ഇറങ്ങിയത്. നല്ലൊരു സിനിമ. നല്ല മൂവി ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇച്ചിരി കുറച്ച് ലാഗ് തോന്നി. പക്ഷെ സെക്കൻഡ് ഹാഫ് വളരെ നല്ലതാണ്. ആൻഡ് ലാസ്റ്റ് കുറച്ച് ഇമോഷണൽ ഉണ്ട്. ഇത് നമ്മൾ ഹിന്ദി മൂവീസ് അങ്ങനെ കണ്ട് ഒരു ഇമോഷണൽ ആവുന്ന മൂവീസ് ഭയങ്കര കുറവല്ലേ. പക്ഷെ ഇത് കുറച്ച് ഇമോഷണലി നല്ല
കണക്ട് ആവുന്ന മൂവിയാണ്. ആൻഡ് ഇപ്പോഴത്തെ സിറ്റുവേഷന് കുറച്ച് ആപ്റ്റായിട്ട്, അതായത് യങ്സ്റ്റേഴ്സ് ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു മേജർ ഇഷ്യൂ ആണ് അതിൽ കാണിക്കുന്നത്. ഇമോഷണലി കുറച്ച് ഇതാവുന്ന ഒരു മൂവിയാണ്. ബട്ട് ഇറ്റ് ഈസ് ഗുഡ്, വൺ ടൈം വാച്ച്. പടം നൈസാണ്, പക്ഷെ PK 3 Idiots പോലെ അത്ര എൻഗേജിങ് ഒന്നുമല്ല. പിന്നെ കണ്ടിരിക്കാം, പിന്നെ കണ്ടന്റ് ഉണ്ട്, പിന്നെ മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ചില സ്ഥലത്ത് ലാഗ് ചെറുങ്ങനെ അടിച്ചിട്ടുണ്ടായിരുന്നു. വലിയ ഹൈപ്പ് വെച്ചൊന്നും പോണ്ട, പക്ഷെ എന്നാലും ഫസ്റ്റ് ഹാഫ് കോമഡീസ് ഒക്കെ ഉണ്ട്, പിന്നെ ചെറുങ്ങനെ ലാഗ് അടിച്ചു. സെക്കൻഡ് ഹാഫ് പിന്നെ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി. ഫാമിലി ആയിട്ട് കാണാൻ അടിപൊളി പടം. പിന്നെ വലിയ മാസം അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഡ്രാമ, ഫീൽ ഗുഡ് മൂവി. നല്ല ഫിലിമാണ്. ഷാറൂഖ് ഖാന്റെയും തപ്സി പന്നുവിന്റെ എല്ലാവരുടെയും ആക്ടിങ് നല്ലതാണ്. അതുപോലെ തന്നെ രാജ്കുമാർ ഹിരാനിയുടെ ഡയറക്ഷൻ ടോപ്പ് ഡയറക്ഷനാണ്. അദ്ദേഹത്തിന്റെ ഫിലിംസ്, എല്ലാ ഫിലിംസും പോലെ തന്നെ ഇതും നല്ല ഫാമിലിയെ എന്റർടൈൻ ചെയ്യിക്കുന്ന, ഫാമിലി ഓഡിയൻസിന് ഒരു എന്റർടൈൻമെന്റ് കൊടുക്കുന്ന ഒരു നല്ല ഫിലിം, കംപ്ലീറ്റ് പാക്കേജാണ്.